Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാംഫർ മോഡിഫയറിനെ കുറിച്ചിട്ടാണ്. അതിനായി ആദ്യം ഞാനൊരു ബോക്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ബോക്സ് സെലക്ട് ചെയ്തു. അതിനുശേഷം പ്ലസ് ഐക്കൺ തൊട്ട് റൈറ്റ് സൈഡിൽ മോഡിഫയർ എന്ന ഓപ്ഷൻ കാണാം. ആ മോഡിഫയർ ലിസ്റ്റ് കൊണ്ടൊരു ഓപ്ഷൻ കാണാം. ഇവിടെ കണ്ട താഴേക്ക് ഒരു ആരോ ആയിട്ടുള്ള ഒരു ബോക്സ്. ആ ബോക്സ് കള്ളിയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ മോഡിഫയേഴ്സ് കിട്ടും. ഒന്നെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക CH അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് താഴേക്ക് പോയിട്ട് ചാംഫർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ചാംഫർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത സമയത്ത് തന്നെ കണ്ടാം കോർണറിലൊക്കെ ചാംഫർ വന്നത് കാണാം. നമ്മളിപ്പോൾ ബോക്സ് വരയ്ക്കുമ്പോൾ ചാംഫർ ബോക്സ് എടുത്തിട്ട് വരച്ചിട്ടില്ലെങ്കിൽ ബോക്സ് നമുക്ക് ചാംഫർ മോഡിഫയർ വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ബോക്സ് മാത്രമല്ല, സിലിണ്ടർ ഇതൊക്കെ നമുക്ക് ചാംഫർ മോഡിഫയർ യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സിലിണ്ടർ വരച്ചു. അതിനുശേഷം അതിനും മോഡിഫയർ ലിസ്റ്റിൽ പ്രാവശ്യം ഞാൻ ടൈപ്പ് ചെയ്യാണ് CH ചാംഫർ മോഡിഫയർ കൊടുത്തു. കണ്ട ചാംഫർ മോഡിഫയർ കൊടുത്തപ്പോൾ കണ്ട ചാംഫർ വന്നത് കാണാം കോർണറിൽ. അപ്പോൾ നമുക്ക് സിലിണ്ടർ അങ്ങനെ ഏത് ഷേപ്പിൽ നമുക്ക് ചാംഫർ മോഡിഫയർ യൂസ് ചെയ്ത് നമുക്ക് മാറ്റം വരുത്താവുന്നു. ഞാൻ ജസ്റ്റ് ആ വ്യൂ പോർട്ട് വലുതാക്കി. അതിനുശേഷം ഇനി ചാംഫറിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്താണെന്ന് നോക്കി നോക്കാം. നമുക്ക് കോർണർ ഡിഫറെന്റ് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കണ്ടാ യൂണിഫോം ഷേപ്പ് ഉണ്ട്, പിന്നെ ക്വാഡ് ഷേപ്പ് ഉണ്ട്. ക്വാഡ് ഷേപ്പ് ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെയുള്ള ഷേപ്പ് ട്രൈ, അതേപോലെ റേഡിയൽ പാച്ച്, അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ട്. അതേപോലെ നമുക്ക് എൻഡ് ബയാസും വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. എൻഡ് ബയാസ് അതൊക്കെ കോഡൽ നമുക്ക് ആവശ്യാനുസരണം കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ ചാംഫർ ഓപ്ഷൻസും പറഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഫിക്സഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള ബോക്സിന്റെ വെയിറ്റ് വെച്ചിട്ട് ചാംഫർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഫിക്സഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഫിക്സഡ്. പിന്നെ ലെഗസി ഉണ്ട്, അത് ട്രയാങ്കുലർ പോലെയാണ്, ട്രയാങ്കുലർ ഫേസ് പോലെയാണ് അവിടെ ചാംഫർ ചെയ്യുക. എത്ര എമൗണ്ട് വെച്ച് ചെയ്യണം കണ്ട, നമുക്ക് എമൗണ്ട് ഡിക്രീസും ഇൻക്രീസും ചെയ്യാം. എത്ര വെച്ചിട്ട് ചാംഫർ ചെയ്യണം നമ്മൾ ഇവിടെ സാധാരണ ഫിക്സഡ് വെച്ചിട്ടാണ് ചെയ്യാറ്. പിന്നെ സെഗ്മെന്റ്സ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സെഗ്മെന്റ്സ് ഇൻക്രീസ് ചെയ്യുക. ആ ചാംഫർ ചെയ്ത ആ പോർഷനിൽ മാത്രം നമുക്ക് സെഗ്മെന്റ്സ് ആഡ് ചെയ്താൽ സ്മൂത്ത് ആയിട്ടുള്ള ഓപ്ഷൻ കിട്ടും. നമ്മൾ ചാംഫർ ചെയ്ത ഏരിയൽ സെഗ്മെന്റ്സ് വളരെ കുറയ്ക്കുകയാണെങ്കിൽ ട്രയാങ്കുലർ ഷേപ്പ് കിട്ടുക. മിനിമം 3 സെഗ്മെന്റ്സ് ആയിട്ടുള്ള ഷേപ്പാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ സെഗ്മെന്റ്സ് ആഡ് ചെയ്യും തോറും ഷേപ്പുകൾ കൂടി വന്ന് നല്ലൊരു കർവ് ഷേപ്പ് കിട്ടും. പിന്നെ ഡെപ്ത് ടൈപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. ഡെപ്ത് ടൈപ്പ് ഫിക്സഡ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഈ വെയിറ്റ് മാറ്റാൻ പറ്റും. അതേപോലെ അവിടെയും ഫിക്സഡ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ ഡെപ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം. കണ്ടോ ഡെപ്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മാറ്റം വരുന്നത് കാണാൻ പറ്റും. കേട്ടോ ഡിക്രീസ് ചെയ്തപ്പോഴുള്ള മാറ്റമാണ് ഇങ്ങനത്തെ ഷേപ്പ് വന്നു, ഉള്ളിലേക്ക് കറവായിട്ട് വന്നു. ഞാൻ നമ്മൾ ഡെപ്ത് നെഗറ്റീവ് ആയപ്പോൾ ഉള്ളിലേക്ക് ഒരു കറവ് വന്നു. ഇനി കൂട്ടി പോസിറ്റീവ് വാല്യൂ വരുമ്പോൾ കണ്ടോ പുറത്തേക്ക് കറവായിട്ട് വരും. കേട്ടോ ഇനി ഏറ്റവും അവസാനം മാക്സിമം ആകുമ്പോൾ ഡെപ്ത് 1 മാക്സിമം കൊടുത്തപ്പോൾ കറക്റ്റ് റെക്ടാങ്കിൾ ആ പീസ് മുഴുവൻ പീസും വന്ന പോലെ, അതായത് ഇപ്പൊ ഫില്ലറ്റ് അല്ല ചാംഫർ ചെയ്യാത്ത പോലെ. അപ്പൊ നമ്മൾ ചാംഫറിന്റെ ഡെപ്ത് അതനുസരിച്ച് കുറച്ച് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് കൊടുക്കുക. ഈ ഷേപ്പാണ് വേണ്ടെങ്കിൽ ഈ ഷേപ്പ്, കുറച്ചുകൂടി ഇങ്ങനെ ആക്കണമെങ്കിൽ ഇങ്ങനെ ആക്കുക. പിന്നെ റേഡിയസ് ബയസ് കൊടുക്കണമെങ്കിൽ റേഡിയസ് ബയസ് കുറയ്ക്കുക, കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മാറ്റം വരുത്തുക. പിന്നെ നമുക്ക് ഇൻസെറ്റ് ചെയ്യണമെങ്കിൽ ഇൻസെറ്റ് ചെയ്യാം. ഇൻസെറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഫേസ് ഇൻസെറ്റ് ഉണ്ട്, പിന്നെ ഫ്ലോ ലൂപ്പ് ഉണ്ട്. ഫേസ് ഇൻസെറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ട ഇവിടെ ഇപ്പോൾ ഇൻസെറ്റ് വരുന്നത് കാണാം. കേട്ടോ എമൗണ്ട് മാറ്റുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കണ്ട ലൈൻസ് വരുന്നത് കണ്ട. ഇത്രയും ഇൻസെറ്റ് ആണ്, ഇതാണ് എമൗണ്ട് കൊടുത്തുള്ളത് 3.14. അതിന്റെ ഇടയിൽ ഇനി എത്ര സെഗ്മെന്റ്സ് വേണം, ആ സെഗ്മെന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെഗ്മെന്റ് ഓപ്ഷൻ. കണ്ട അപ്പൊ അതിന്റെ ഇടയിൽ സെഗ്മെന്റ്സ്, അതായത് ഇത്ര ഈ ഏരിയ അതേപോലെ ഈ ഏരിയയിൽ എത്ര സെഗ്മെന്റ്സ് വേണം, അതിപ്പോ 21 സെഗ്മെന്റ്സ് ഉണ്ട്. അത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഇവിടെ അല്ല കേട്ടോ, ഇവിടെ സെഗ്മെന്റ്സ് 10 ആണ് കൊടുത്തുള്ളത്. 10 കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ 10 കൂടുതൽ കൊടുക്കാൻ പറ്റും. ഇവിടെ മാക്സിമം 10 ആണ് വന്നുള്ളത് ലിമിറ്റ്. ഇനി ഇവിടെ കണ്ട കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക. അതിന്റെ ഇടയിലുള്ള നമ്മുടെ എമൗണ്ട് 3.14 സെന്റിമീറ്റർ ഉള്ളൂ. അതിന്റെ ഇടയിൽ 10 സെഗ്മെന്റ്സ് നമുക്ക് മാക്സിമം ഇതിൽ കൊടുക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ വാല്യൂ കൂട്ടിയിരിക്കുക 3.74, അപ്പോഴും 10 സെഗ്മെന്റ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. മാക്സിമം അപ്പൊ 10 സെഗ്മെന്റ്സേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അവിടെ ഓപ്ഷൻസ് ഉള്ളത് ഓഫ്സെറ്റ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓഫ്സെറ്റ് പറഞ്ഞാൽ ഉള്ളിലേക്കൊന്ന് ഒരു കഷ്ണം എടുക്കുന്ന പോലെ, അതായത് ഇപ്പോ കണ്ട ഇവിടെ ഒരു
കുണ്ട് പോലെ കാരണം 4 ഏരിയയിൽ ഒരു കുണ്ട് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യണമെങ്കിൽ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. ഓഫ്സെറ്റ് കണ്ടോ, ഓഫ്സെറ്റ് എടുത്തപ്പോൾ കണ്ടോ ഷേപ്പ് മാറി. ഞാൻ F3 അടിച്ചു നോക്കി നോക്കാം. കണ്ട ഇപ്പൊ കണ്ട ഓഫ്സെറ്റ് അടിച്ചു കൊടുത്തപ്പോൾ 4 സൈഡിൽ ഒരു കുഴി പോലെ വന്നു. നമുക്ക് അതിന്റെ വാല്യൂ മാറ്റുന്നതനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. അപ്പൊ ആവശ്യാനുസരണം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇൻസെറ്റ് ഓപ്ഷൻ കൊടുക്കുന്നത്. ഇൻസെറ്റ് ഓഫ് ആക്കി കൊടുത്താൽ ഓപ്ഷൻ പോവുകയും ചെയ്യും. നമുക്ക് സ്മൂത്ത് ചെയ്യണമെങ്കിൽ സ്മൂത്തിൽ അടിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ അതേപോലെ ഷേപ്പ് കിട്ടും. നമ്മുടെ അവിടെ നോർമൽ ആയിട്ടുള്ളത് അൺസ്മൂത്തിൽ അടിച്ച് അല്ലെങ്കിൽ അത് ഓഫ് ആക്കി കൊടുത്താൽ നമ്മുടെ അതേപോലെ ഷേപ്പ് കിട്ടും. പിന്നെ സ്മൂത്ത് ഓൾറെഡി ഓൺ ആണ്. സ്മൂത്ത് ഓഫ് ആക്കി കൊടുത്താൽ സ്മൂത്ത്നെസ് പോകും. ഇപ്പൊ കണ്ടോ സ്മൂത്ത് അല്ല, ഒരു വൃത്തിയിൽ നമുക്ക് മനസ്സിലാവില്ല. ഒരു ഷേപ്പിന്റെ എഡ്ജും ഫേസും ഒക്കെ ഒരു ക്ലിയർ ആയിട്ട് വിസിബിൾ ആണ്. അതായത് സ്മൂത്ത് കൊടുത്താലുള്ള വ്യത്യാസം ഒക്കെ കാണാൻ പറ്റും. കണ്ട എല്ലാതും ഫേസ് ഒക്കെ നല്ല അടിപൊളി ഷേപ്പ് ആയിട്ട് കാണാൻ പറ്റും. അതാണ് സ്മൂത്ത് കൊടുത്തുള്ള ഓപ്ഷൻ. പിന്നെ നമുക്ക് ചാംഫർ ചെയ്ത പോർഷൻ മാത്രം ഓപ്പൺ ആയിട്ട് കാണണമെങ്കിൽ കണ്ടോ ചാംഫർ ചെയ്ത പോർഷൻ ഒക്കെ പോയി, ബാക്കിയുള്ള പോർഷൻ മാത്രമാണ് ഇപ്പൊ കാണുന്നത്. കണ്ട അതായത് നമ്മളെ ഈ ഏരിയയിലാണ് ചാംഫർ ചെയ്തുള്ളത്, ഈ ഏരിയകളിലൊക്കെ അത് മാത്രം ഓപ്പൺ ആയിട്ട് അതിനുള്ള ഓപ്ഷനാണ് ഇത്. അപ്പൊ ആ ഏരിയ പോയിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് മാത്രം വിസിബിൾ ആയിട്ട് കിട്ടും. അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഉൾട്ട ഇൻവേർട്ട് കൊടുത്താൽ കണ്ട അതിന്റെ ഓപ്പോസിറ്റ് കിട്ടും. ഈ ഏരിയസ് മാത്രം ചാംഫർ ചെയ്ത ആ ഏരിയാസ് മാത്രം നമുക്ക് കിട്ടും. ബാക്കിയുള്ള പോർഷൻ ഒക്കെ ഫോൾഡ് പോലെ കിട്ടും. അതിനാണ് ഈ 2 ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ക്ലിക്ക് കൊടുത്താൽ ബ്ലൂ കളർ വരും. അപ്പൊ അത് നമ്മൾ അപ്ലൈ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ചാംഫറിൽ ചെയ്യാനുള്ളത്. ഇത് ഓപ്ഷൻസ് നമുക്ക് തന്നെ സിലിണ്ടറിലും ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.